ഉത്തമൻ അത്രത്തോളം നമ്മൾ ഈ പറയുന്ന പോലെ അത്ര സ്മാർട്ട് ഒന്നും അല്ലാത്ത ഒരാളാണോ ശ്രീ ഭാഗ്യ? അതിനേക്കാളും എന്താ പറയാ, നമ്മൾ പറയില്ല ഒരു വക്രബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിൽ നല്ല മഞ്ഞ നിറത്തിൽ സ്വർണ്ണ നിറത്തിൽ മാമ്പഴം ഇങ്ങനെ അടിക്കും. നമുക്ക് കാണുമ്പോൾ അത് വാങ്ങണം എന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും. നമുക്കത് വാങ്ങാൻ അത് എന്ത് മധുരമുള്ളതായിരിക്കും, എന്ത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ മുറിച്ചു നോക്കുമ്പോൾ അതിനകത്തൊക്കെ പുഴുക്കുത്തായിരിക്കും, ഭയങ്കര നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അതിജീവിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. പിൻകാലങ്ങളിൽ പോയ നാളുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ദിലീപിനെ സംശയിക്കാൻ കാരണം, ദിലീപ് തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്താണ്, നാൾ വഴികളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയി കാണും, അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. എന്നിട്ട് പറയാൻ കാരണം, എപ്പോഴും സബ് ചെയ്യാൻ പറയാൻ കാരണം, ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കണ്ട. ഇതിനകത്ത് എൻ്റെ വീഡിയോ കാണുന്നതിൽ 83% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. വെറും 17% മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. സബ്സ്ക്രിപ്ഷൻ ഉള്ളവരത് കാണുന്നവരെല്ലാം 17% മാത്രമേ സബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 82% സബ് ചെയ്യാതെയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നുപോയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് യോജിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലേ? ചിലപ്പോൾ ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലായിരിക്കും. ഞാൻ പറയുന്നത് യോജിക്കുന്നുണ്ട് എങ്കിൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ നമ്മുടെ അതിജീവിതയുടെ വൈകാരികമായ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനെ കുറിച്ച് ആദ്യം പറയാം, അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പോസ്റ്റ് സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് വായിക്കുമ്പോൾ ആ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു അതിജീവിത എഴുതിയത്: ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അപ്പോൾ തന്നെ പോലീസിനെ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുത്തു കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയണമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ ലീവ്. മനസ്സിലായോ? ഞാനൊരു ഇരയോ അതിജീവിതയോ അല്ല, ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ. എനിക്ക് പറ്റിയ തെറ്റ് അന്ന് എൻ്റെ അടുത്ത് ഈ ഒരു കൊടും ക്രൂരത ചെയ്തപ്പോൾ പോയി പറഞ്ഞതാണ്, പോലീസിൽ പരാതിപ്പെട്ടതാണ്. ഒന്നും പറയാതെ മിണ്ടാതിരുന്നു എങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലേ? പിന്നെ നാൾ കഴിഞ്ഞ് ഞാൻ ഇതൊന്നും പറയാതിരുന്നു എങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് ഈ വീഡിയോ പുറത്തു വരുമല്ലോ. ഒന്നും പറയാതിരുന്ന ഈ വീഡിയോ പുറത്തു വരുമ്പോൾ എന്നെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീയെ ചിത്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് നീ അന്ന് കംപ്ലൈന്റ് ചെയ്തില്ല, അപ്പോൾ നിന്റെ താല്പര്യത്തോടു കൂടി തന്നെയാണ് അത് നടന്നത് എന്ന് നിങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് കല്ലെടുത്തെറിയുമ്പോൾ ഉത്തരം മുട്ടി ഒരു ഉത്തരം പോലും പറയാനാവാതെ ഞാൻ ഒരു മുളം കയറിൽ അങ്ങ് തൂങ്ങിച്ചത്തിരുന്നുവെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ വൈകാരികമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഇതിനകത്ത് എല്ലാം ഉണ്ട്, മനസ്സിലായോ? അത്രയ്ക്ക് ആ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോഴും ഓരോരുത്തന്മാരെ പൈസയും വാങ്ങിച്ചുകൊണ്ട് ഓരോരുത്തന്മാരെ ചെയ്യുന്ന വീഡിയോസ് കാണാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ പേട്ടനെ നിങ്ങൾ പേട്ടൻ പാവാടയെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പെൺകുട്ടിയെ കരുവാക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അഖിൽമാരോടത്തൊക്കെയാണ് ഞാൻ എടുത്തു പറയുന്നത്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പെണ്ണുങ്ങൾക്കോ മക്കൾക്കോ ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് അതിജീവിത പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഒരു കേസിൽ ആദ്യം ഈ പറയുന്ന എന്തുകൊണ്ട് നമ്മൾ ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യം ഈ പറയുന്ന പൾസർ സുനിയെ പിടിച്ച് പൾസർ സുനി പറഞ്ഞു ഒരു മേഡത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മേഡത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മേഡം ആരാണ്, എൻ്റെ മേഡം കാവ്യയാണ് എന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന പൾസർ സുനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാവ്യ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ തോന്നുന്നത് എന്താണ്, ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഒരു നാട്ടും പുറത്തുകാരി പെണ്ണ്, നമ്മുടെ എല്ലാ വീട്ടിലും അല്ലെ എല്ലാവരുടെയും മക്കളായി അല്ലെങ്കിൽ മകളായി മരുമകളായി വരണമെന്ന് ആഗ്രഹിക്കാത്ത വളരെ കുറച്ച് പേര്. അത് അത്രയ്ക്ക് നമ്മുടെ സിനിമാ മേഖലയിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ശാലീന സൗന്ദര്യമൊക്കെയുള്ള, എല്ലാവരോടും വളരെ ഭവ്യതയോട് സംസാരിക്കുന്ന, എല്ലാവരോടും വളരെ ബഹുമാനത്തോട് സംസാരിക്കുന്ന കാവ്യയാണ് നമുക്ക് അതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊന്നുമല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാവ്യ എന്നാണ് പിന്നീട് തിരിച്ചറിഞ്ഞത്. അതിനെക്കുറിച്ച് ഈ പറയുന്ന നമ്മുടെ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു ആൻസർ ഇതിനകത്ത്,
അതായത് പുഴുത്ത പഴം പോലെയാണ്, പുഴുത്ത മാമ്പഴം പോലെയാണ് കാവ്യയുടെ സ്വഭാവം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. ഓക്കെ. അതായത് നമ്മുടെ ഈ മൊഴി പഠിപ്പിക്കുന്നത്, ഈ അനൂപിന് മൊഴി പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതായത് മഞ്ജു വാര്യർ മദ്യപിക്കുന്ന ഒരാളാണ് എന്ന് പറയണം, മഞ്ജു വാര്യർ കുട്ടികളെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്ന് പറയണം, അതേസമയം കാവ്യമാധവൻ അത്ര സ്മാർട്ടൊന്നും അല്ല എന്നൊക്കെ പറയണം. അങ്ങനെയാണോ ഭാഗ്യലക്ഷ്മി? കാവ്യമാധവൻ അത്രത്തോളം നമ്മൾ ഈ പറയുന്ന പോലെ അത്ര സ്മാർട്ടൊന്നും അല്ലാത്ത ഒരാളാണോ ശ്രീ ഭാഗ്യലക്ഷ്മി? താങ്കളും ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സ്മാർട്ട് എന്നല്ല പറയേണ്ടത്, അതിനേക്കാളും എന്താ പറയാ, നമ്മൾ പറയില്ല ഒരു വക്രബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സ്മാർട്ട്നെസ് ആണ് അവരുടേത്. അത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അവർ ഒരു കാര്യം അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചു, അതവർ നേടാൻ വേണ്ടി അവർ അങ്ങേയറ്റം എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്ത് അവർ അത് നേടി. അതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. കാവ്യമാധവര് ഈ പറയുന്ന പാവമൊന്നല്ല, വക്രബുദ്ധി എന്നാണ് പറയുന്നത്. അതായത് അവർ ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഇന്നത് വേണമെന്ന് പറഞ്ഞ് അതിനകത്ത് നേടാൻ വേണ്ടിയിട്ട് അങ്ങറ്റം വരെ പോയി അത് നേടിയെടുത്തു. അതാണ് കാവ്യമാധവൻ. അതായത് നേരത്തെ ഈ പറയുന്ന ഒരു വോയിസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വക്കീല് ഈ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എങ്ങനെ കോടതി പോയി പറയണം. അതായത് മഞ്ജു വാര്യർ മദ്യപാനിയായിരുന്നു, സ്ഥിരം മദ്യപിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ നീ പറഞ്ഞു പഠിപ്പിക്കണം. അതുമല്ല, കാവ്യം എന്ന് പറഞ്ഞാൽ വളരെ കുലീനയായ, വളരെ പാവം പിടിച്ച ഒരു പൊട്ടിപ്പെണ്ണാണെന്ന് പറയണം എന്ന് പറഞ്ഞു പഠിപ്പിച്ച വോയിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം. ബാക്കി കേൾക്കാം. കാവ്യമാധവന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഇതിലെവിടെയാണ്? കാവ്യമാധവൻ പാവാണ്, സ്മാർട്ട് അല്ലാത്തൊരു കുട്ടിയാണ്. നമുക്കറിയാമല്ലോ, കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യനന്ദിക്കാടൊക്കെ പണ്ട് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വീടിന്റെ ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് പോലെയാണ് കാവ്യമാധവൻ. അങ്ങനെ അതായത് ആ തരത്തിലുള്ള ക്യാരക്ടറും ഒക്കെ ആണല്ലോ അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലുള്ളൊരു ഇമേജാണ് കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി മലയാളിക്കുള്ളത്. അതെ, എല്ലാ മലയാളികളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചത്. നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാണ്? പുറമേ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യവും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഉള്ളും അതുപോലെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാം, ഈ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഈ മാമ്പഴം ഇങ്ങനെ നല്ല മഞ്ഞ നിറത്തിൽ, സ്വർണ്ണ നിറത്തിൽ മാമ്പഴം ഇങ്ങനെ അടിക്കും. നമുക്ക് കാണുമ്പോൾ അത് വാങ്ങണം എന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും. നമുക്കത് വാങ്ങാൻ, അത് എന്ത് മധുരമുള്ളതായിരിക്കും, എന്ത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ മുറിച്ചു നോക്കുമ്പോൾ അതിനകത്തൊക്കെ പുഴുക്കുത്തായിരിക്കും, ഭയങ്കര പുഴുവായിരിക്കും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ ഓക്കെ, വളരെ നല്ലൊരു ഉദാഹരണമാണ് തന്നിരിക്കുന്നത്. അതായത് സത്യനന്ദിക്കാട് പറഞ്ഞ ഒരു നിലവിളക്കാണ്, വീടിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് പോലെയാണ് കാവ്യമാധവൻ എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഭാഗ്യലക്ഷ്മി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും പറയാം നിലവിളക്കല്ല, അത് കരിവിളക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല പഴുത്ത സ്വർണ്ണ നിറമുള്ള മാമ്പഴം കാണും. അത് കാണുമ്പോൾ വാങ്ങാനും കഴിക്കാനൊക്കെ തോന്നും അല്ലേ? നമ്മൾ വളരെ മാമാരൊക്കെ കൊണ്ട് പോളിഷ് ചെയ്ത് കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അറുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പുഴു വരിച്ചതാണ്, അത് പുഴുത്ത മാങ്ങയാണ് എന്ന് പിന്നീട് അറിയുന്നത്. അതുപോലെയാണ് കാവ്യമാധവൻ എന്ന് തന്നെയാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണ് തന്നെ ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ നടു റോഡിലിട്ട് പിന്നെ ഇത് ചെയ്യാൻ ഒരു പെണ്ണിനെ തന്നെ കൂട്ടു നിൽക്കുവോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതാണ് ഈ കാവ്യമാധവൻ എന്ന് പറയുന്ന ഒരാള്. കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കൂട്ടു നിൽക്കാൻ മാത്രമൊക്കെ ഉള്ളൊരു ധൈര്യമൊക്കെ ഉള്ളൊരു സ്ത്രീയാണോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? ഇതിന് ധൈര്യം എന്ന് പറയണ, എനിക്ക് എന്റെ നേട്ടമാണ് ഏറ്റവും വലുത്. എന്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുക എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ? നമ്മൾ ഒരുപാട് കുറ്റാന്വേഷണ പരമ്പരകളിൽ കൂടി പോയി നോക്കൂ. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ താൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ, ഇപ്പൊ കൂടത്തായിയുടെ കാര്യം തന്നെ, നമുക്ക് കൂടത്തായി അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അവരങ്ങനെയാണെന്ന് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തണം, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടണം എന്ന്. അല്ല, കാവ്യമാധവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദിലീപിനെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിനുശേഷമാണല്ലോ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് കൂടത്താഴി ജോളിയെ പോലെയാണ് കാവ്യമാധവൻ എന്നാണ് പറയുന്നത് അല്ലെ? തനിക്ക് നേടിയതാണ്, താൻ ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി. അതായത് അവിടെ ആങ്കർ ചോദിക്കുന്നു, ഈ കാവ്യക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, ഇതിന്റെ സംഭവം എപ്പോഴാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാവ്യയുടെ ലക്ഷറിൽ കൊണ്ട് മറ്റേ ഇത് കൊടുത്തില്ലേ, മെമ്മറി കാർഡ് കൊടുത്ത സമയത്ത് കാവ്യയുടെ എന്തൊരു വോയിസ് പുറത്തായ സമയത്ത് കാവ്യയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ഒരു ചർച്ചയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് പറഞ്ഞത്, കൂടത്താഴിയെ പിന്നെ കാവ്യയെ കണ്ട അങ്ങനെ തോന്നുന്നു, ഇങ്ങനെയൊക്കെ ഒരു കൊട്ടേഷൻ, ഒരു പെണ്ണിന്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി റോഡിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഈ പറയുന്ന
എന്താണ് ബലാത്സംഗം ചെയ്ത് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപിന്റെ കൂടെ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ട് അല്ലെ കാവ്യ മാധവനെ പോലുള്ള ഒരു പെൺകൊച്ചിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. കൂടത്തായി ജോളിയെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുമായിരുന്നു? ഇല്ലല്ലോ. ഒരു വീട്ടിൽ എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്? അതുപോലെ തന്നെയാണ് ഇതും എന്നാണ് കാവ്യ മാധവൻ പറയുന്നത്. താൻ ഇഷ്ടപ്പെട്ട ഒന്ന് നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരും, ഏത് നിറകേടും, ഏത് തന്തയില്ലാത്തരവും കാണിക്കാനുള്ള മനസ്സാണ് കാവ്യ മാധവനുള്ളത് എന്നാണ് പറയുന്നത്. മഞ്ജുവാര്യരുമായുള്ള ബന്ധം വേർപിരിയുന്നതും അതിൽ എവിടെയൊക്കെയോ കുടുംബജീവിതമാണ് കേസിന്റെ ഒരു അടിത്തറ. അതിൽ കൃത്യമായി തന്നെ കാവ്യ മാധവൻ കൃത്യമായ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടല്ലേ? കളിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇവർ രണ്ടുപേരും പരസ്പരം എനിക്ക് തോന്നുന്നു മഞ്ജുവിനോട് പിന്നെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ദിലീപ് കാവ്യ മാധവനുമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. കാരണം മഞ്ജുവിനോടത്ത് ജീവിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ദിലീപ് കാവ്യ മാധവനോടത്തായിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത്. ഭാര്യയായിട്ട് ഒരാളിരിക്കും, പക്ഷെ പുറത്ത് മൊത്തം ഈ പറയുന്ന കാവ്യ മാധവനുമായിട്ടായിരുന്നു ഈ ദിലീപിന്റെ കറക്കം. എന്നിട്ടാണ് ഇപ്പോഴും പറയുന്നത് മോട്ടീവ് ഇല്ല എന്ന്. അതായത് കാവ്യ മാധവനും ഈ പറയുന്ന ദിലീപുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഈ ഒരു കേസ് വെറുതെ കെട്ടിച്ചമച്ച കഥയാണ്. അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. അവർ തമ്മിൽ ഇവരുടെ മഞ്ജു വാര്യരുടെയും ഈ ദിലീപിന്റെയും കുടുംബം അല്ലെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവിതം മുടങ്ങാൻ അല്ലെങ്കിൽ അവരെ ഡിവോഴ്സ് ആവാൻ കാരണം വരെ, ഈ അവരെ ദാമ്പത്യ ജീവിതം അടിച്ചു പിരിയാൻ കാരണം വരെ എന്താണ് അത് മഞ്ജു വാര്യർ സോറി ഈ കാവ്യ മാധവൻ വേറെന്തോ കേസ് എന്നാണ് ദിലീപ് തന്നെ പല പടങ്ങളും ഇതുവരെയൊക്കെ സംഭവിച്ചു. കോടതിയിലും ഇത് കോടതി വിശ്വസിച്ചു. ശരിയാണ്, നിങ്ങൾ തമ്മിൽ പരിശുദ്ധമായ ബന്ധമായിരുന്നു, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വൈരാഗ്യമേ ഇല്ല എന്ന് കോടതി വിശ്വസിച്ചു. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വാദോരാതെ പറയുന്നത്. ഇതൊക്കെ എന്ത് കോടതി, ഇതൊക്കെ എന്താണ് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ മഞ്ജുവിനോ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അതിനുമപ്പുറം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മനസ്സിലാക്കിയ ഭർത്താവും ഭാര്യയും ആയതുകൊണ്ട് തന്നെ പല രീതിയിലും ഇദ്ദേഹം എന്ത് ചെയ്താലും അവർ കണ്ടില്ല എന്ന് വെക്കുകയും അവർ എന്ത് ചെയ്താലും ഇദ്ദേഹം കണ്ടില്ല എന്ന് വെക്കുകയും അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ ഈ കേസ് ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിൽ കാവ്യ മാധവനെ സംരക്ഷിക്കുക എന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദിലീപ് അതിന് ശ്രമിച്ചിരുന്നു അല്ലെ ശ്രീ ഭാഗ്യലക്ഷ്മി? ഇത്രയും അധികം ദിവസവും കാവ്യ മാധവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമം ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? നാച്ചുറലി. കാരണം ഇത് ഈ കേരള ജനതയുടെ മുമ്പിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്. എന്ന് പിന്നെ അവർ രണ്ടുപേരും വിവാഹിതരായോ അപ്പൊ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു 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 വല്ലാത്ത ഒരു പ്രതിച്ഛായയാണ് അവർക്ക് വന്നത്. ആ പ്രതിച്ഛായ ഇല്ലാതെയാകണമെങ്കിൽ അവർ ഈ കളികളൊക്കെ ഒരുമിച്ച് നിന്ന് കളിച്ചല്ലേ പറ്റൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്താണ് ഒരു റിയൽ മോട്ടീവ് എന്ന് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കേസ്. ഈ പറയുന്ന ദിലീപിന് ഈ പറയുന്ന കാവ്യ മാധവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു ഇഷ്ടം. അത് ഇഷ്ടമാണോ കാമമാണോ എന്ത് തേങ്ങയായിക്കോട്ടെ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന നടിയെ ഈ രീതിയിൽ, അതായത് ഒരു ബലാത്സംഗ കൊട്ടേഷൻ കൊടുക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് കാവ്യ മാധവനും ദിലീപുമായി ബാത്റൂമിൽ ഇരുന്ന് അവർ അനാശാസ്യം കാണിച്ചു എന്നാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന നടി മഞ്ജു വാര്യടുത്ത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അവിടെ എന്താ വരുന്നത്? അതായത് ഈ പറയുന്ന കാവ്യ മാധവന്റെ സ്വഭാവ ദൂഷ്യത്തെയാണ് ചൂണ്ടിക്കാട്ടിയത് അല്ലെ. ഈ പറയുന്ന കാവ്യ മാധവന്റെ സ്വഭാവ ദൂഷ്യത്തെ കാണിക്കുന്നു. ഇവർക്ക് ഇതാണ് പരിപാടി. അവനെ ഈ ദിലീപ് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അവിടെ വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഈ പറയുന്ന ദിലീപിനോടൊത്ത് നിന്ന് പലയിടത്തും ബാത്റൂമിൽ വരെ ഇതുപോലുള്ള പിന്നീട് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന നടി എന്ത് ചെയ്ത് നമ്മുടെ പിന്നീട് മഞ്ജു വാര്യടുത്ത് പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞതിന് ശേഷം ഇത് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അപ്പുറത്ത് പറഞ്ഞൊക്കെ ഇത് ഫ്ലാഷ് ആയിട്ടുണ്ട് ഈ സാധനം. അതായത് മഞ്ജു ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഫിലിം ഇൻഡസ്ട്രി മൊത്തം ഈ ഒരു കഥ പരന്നു. മനസ്സിലായോ? ഈ ഒരു കഥ പറഞ്ഞത് ഇവർ തമ്മിൽ ബാത്റൂമിനകത്തും പലയിടത്തും അവിടെ വെച്ചും ഇവിടെ വെച്ചും ഒക്കെ ഇതാണ്. അപ്പോ ഇവിടെ സ്വഭാവ ദൂഷ്യം ചൂണ്ടിക്കാണിച്ചത് ആരാണ്? ഈ പറയുന്ന കാവ്യ. കാവ്യയുടെ സ്വഭാവം ശരിയല്ല, അവളെ വൃത്തികെട്ട സ്വഭാവത്തിന് അടിമയാണ് എന്ന് ആൾക്കാരറിഞ്ഞു. അപ്പോ അങ്ങനെയാണെങ്കിൽ എവളും അതേ രീതിയിൽ എവളെയും നാറ്റിക്കണം. മനസ്സിലായോ? അതേ നാണയത്തിൽ തന്നെ എന്ത് ചെയ്യണം,
ഈ പറയുന്ന നടിയെ നാട്ടിക്കണം, അതേ രീതിയിൽ നാട്ടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണം, മനസ്സിലായോ? ഈ രീതിയിലൊരു വീഡിയോ വേണം. അപ്പോൾ ഈ പിന്നീട് കാവ്യ പിന്നീട് ദിലീപിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെയൊക്കെ നാട്ടിക്കുന്നു പറഞ്ഞു, നീ പേടിക്കണ്ട, അവൾക്ക് എന്നെ നാട്ടിച്ചതിന്റെ ഡബിള് ഞാൻ ഇതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കും എന്നവൻ പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഇവന് മണി പവർ ഉണ്ട്, മസിൽ പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഈ പറയുന്ന എന്താണ് നമ്മുടെ കാവ്യ മാധവൻ ഉണ്ടായ അപമാനം ഉണ്ടല്ലോ, ഏത് രീതിയിലാണ് നമ്മൾ അപമാനിക്കപ്പെട്ടത്, അതേ രീതിയിൽ തന്നെ ഈ പെൺകുട്ടി അല്ലെ ഇവൾക്കെതിരെ വിരൽ ചൂണ്ട ഈ പെൺകുട്ടി അല്ലെ ഈ നടിയും അപമാനിക്കണം. അങ്ങനെ അപമാനിക്കപ്പെടണമെങ്കിൽ ഈ ഒരു വീഡിയോയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ബലം പ്രയോഗിച്ചെടുത്തതായിട്ട് വരരുത്, നീ എന്തൊരു സ്വന്തം ഇഷ്ടത്തോടു കൂടി സ്വന്തം ആഗ്രഹത്തോടു കൂടി എന്താണ് എടുക്കുന്ന വീഡിയോ ആയിരിക്കണം. അപ്പൊ ഇവന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, എവൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ ഈ പറയുന്ന നടി മറ്റൊരുവനുമായിട്ട് ഈ പറയുന്ന കാമകേളികൾ കളിക്കുന്നത് ഷൂട്ട് ചെയ്യുക, കുറച്ച് വർഷത്തിന് ശേഷം ഇതെന്ത് ചെയ്യുക, ഇത് പബ്ലിക്കിലാക്കുക, എന്നിട്ട് പറയുക, കണ്ടോ ഇവള് മഹാ പോക്ക് കേസായിരുന്നു, ഇവളുടെ സ്വഭാവം ഇതായിരുന്നു, അവളുടെ ലീക്ക്ഡ് വീഡിയോ ദാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ നടിയെ നാട്ടിക്കുക. ഇതായിരുന്നു അവന്റെ സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ്. ഞാൻ പറയുന്നതിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.